പ്രതിപക്ഷ നേതാവ് രാഹുൽ നടത്തിയ ഭാരത വിരുദ്ധ പരാമർശത്തിൽ പ്രതിഷേധം കടുക്കുന്നു. രാഹുൽ രാജ്യത്തോടും ജനങ്ങളോടും മാപ്പ് പറയണം എന്നാണ് ഉയരുന്ന ആവശ്യം. അമേരിക്കയിൽ ടെക്സസ് സർവകലാശാലയിൽ നടത്തിയ പരിപാടിയിലാണ് ഇപ്രകാരം ഭാരതത്തെ ഇകഴ്ത്തി ചൈനയെ പുകഴ്ത്തി രാഹുലിന്റെ പ്രതികരണം വന്നത് എന്നതും ശ്രദ്ധേയം. നന്ദഗോപൻ വിവരങ്ങളുമായി ചേരുന്നു. നന്ദൻ, എന്തായാലും പ്രതിഷേധം രൂക്ഷമാവുകയാണ് രാഹുലിനെതിരായി. മറ്റു വിവരങ്ങൾ കൂടി. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ 3 ദിവസത്തെ സന്ദർശനത്തിനാണ് അമേരിക്കയിലെത്തിയത്. അവിടെ ഇന്നലെ ടെക്സസ് സർവകലാശാലയിൽ നടത്തിയ ഒരു പരിപാടിയിൽ രാഹുൽ പങ്കെടുത്ത് അവിടെ ഭാരതത്തെ ഇകഴ്ത്തുകയും നമ്മളോട് എപ്പോഴും ശത്രുതാ മനോഭാവം പുലർത്തുന്ന ചൈനയെ പുകഴ്ത്തുന്ന സാഹചര്യവുമായിരുന്നു ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഭാരതത്തിൻ്റെ വളർച്ച എത്രമാത്രമാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായി അറിയുന്നയാളാണ് രാഹുൽ. മാത്രമല്ല, അദ്ദേഹത്തിന് മുന്നിൽ കൃത്യമായ കണക്കുകളുമുണ്ട്. ചൈനയെ സംബന്ധിച്ചിട്ടുള്ള കണക്കുകളും സ്വാഭാവികമായും അദ്ദേഹത്തിന് ലഭ്യമാണ്. അങ്ങനെ പരിശോധിക്കുമ്പോൾ തന്നെ ചൈനയുടെ GDP 4.7-ഉം ഭാരതത്തിൻ്റെ 6.7-ഉമാണ്. വലിയ അന്തരമാണ് GDP-യിൽ തന്നെ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, എല്ലാ മേഖലകളിലും ഭാരതം വലിയ കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു. ലോക രാജ്യങ്ങൾക്കിടയിൽ വിശ്വഗുരു എന്ന സ്ഥാനത്തേക്ക് ഭാരതം എത്തിപ്പെടുന്നു. ഇങ്ങനെ വലിയ നേട്ടങ്ങൾ, അതായത് പതിറ്റാണ്ടുകൾ ഭരിച്ച കോൺഗ്രസിന് നേടാൻ കഴിയാത്ത പല നേട്ടങ്ങളും കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ നേടി എന്നുള്ള യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യം മറച്ചു പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തിന് പുറമെ ചൈനയെ പുകഴ്ത്തുക എന്നുള്ള ഉദ്ദേശം രാഹുലിനുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത്തരം പരാമർശങ്ങളായിരുന്നു രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഇന്നലെ ആ ടെക്സാസ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായത്. മാത്രമല്ല, ഇത് ആദ്യമായല്ല രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരം ചൈന അനുകൂല പരാമർശം ഉണ്ടാകുന്നത്. 2023-ൽ സമാനമായി അമേരിക്കയിലെ മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം നടത്തിയ ഒരു സംഭാഷണത്തിലും സമാനമായി ചൈനയെ പുകഴ്ത്തുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല, ഈ ഒരു സംഭാഷണത്തിൽ അദ്ദേഹം മറ്റ് രാഷ്ട്രവിരുദ്ധമായ പല കാര്യങ്ങളും പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനെല്ലാം ഉപരി ഭാരതത്തിൻ്റെ ദേവീദേവ സങ്കല്പങ്ങളെ മറ്റൊരു വഴിയിലേക്ക് കടത്തിവിടുവാൻ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ വർണ്ണിക്കുവാൻ അദ്ദേഹം ശ്രമിക്കുന്നു. മാത്രമല്ല, RSS എന്നുള്ള പ്രസ്ഥാനം, ആ പ്രസ്ഥാനം സ്ത്രീകൾക്ക് ഒരു തരത്തിലുള്ള പരിഗണനയും നൽകുന്നില്ല എന്നുള്ള പരാമർശമാണ് രാഹുൽ നടത്തിയത്. എന്നാൽ രാഹുലിനറിയാം, ഭാരതത്തിൻ്റെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അവരൊരു സ്ത്രീയാണ്, ഗോത്രവർഗത്തിൽ നിന്നുമുള്ള സ്ത്രീയാണ്. ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിനുള്ളിൽ സ്ത്രീകളുടെ ഉന്നമനത്തിനായി നരേന്ദ്രമോദി സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ, പദ്ധതികൾ, ഇതെല്ലാം രാഹുലിന് മുന്നിലുണ്ട്. മുത്തലാഖ് നിരോധനം, അതേപോലെ തന്നെ ഉജ്ജ്വൽ യോജന അടക്കമുള്ള പദ്ധതികൾ രാഹുലിന് മുന്നിലുണ്ട്. ഇതെല്ലാം തമസ്കരിച്ചുകൊണ്ട് വളരെ രാഷ്ട്രീയപരമായിട്ടുള്ള വൈര്യം മുൻനിർത്തിക്കൊണ്ട് ഏകപക്ഷീയമായ അഭിപ്രായം പറയുന്നു. മാത്രമല്ല, ഭാരതം എന്നുള്ളത് അത് ഒരു ഏകസ്വരം അല്ലെങ്കിൽ ഒരു വികാരം അല്ല എന്നുള്ള കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നു. മറിച്ച് അത് വിവിധ സ്റ്റേറ്റുകൾ, ആ പ്രാദേശികപരമായിട്ടുള്ള ഒരു പ്രാദേശികവൽക്കരണത്തെ അദ്ദേഹം കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ്. RSS ഇത്തരം പ്രാദേശികവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന തരത്തിൽ അദ്ദേഹം നടത്തിയ സംഭാഷണങ്ങളും വളരെ ശ്രദ്ധേയമായി. മാത്രമല്ല, ഭാഷയുടെ അടിസ്ഥാനത്തിൽ പലതരത്തിലും അല്ലെങ്കിൽ കട്ടിംഗ് സൗത്ത് പോലുള്ള ഹിഡൻ അജണ്ടകൾ കോൺഗ്രസ് നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ ചില മുസ്ലിം സംഘടനകളുടെയൊക്കെ തന്നെ അല്ലെങ്കിൽ ലീഗിൻ്റെ അടക്കം തൃപ്തി നേടുവാൻ വേണ്ടി കട്ടിംഗ് സൗത്ത് എന്നുള്ള ഹിഡൻ അജണ്ട നടപ്പാക്കുവാൻ വേണ്ടി കോൺഗ്രസ് ശ്രമിക്കുമ്പോൾ അതിന് വളം നൽകുന്ന അല്ലെങ്കിൽ ഇന്ധനം നൽകുന്ന സംഭാഷണമായിരുന്നു രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. വലിയ പ്രതിഷേധം ഇതിനോടകം തന്നെ രാഹുലിനെതിരെ ഉയർന്നു കഴിഞ്ഞു. സാമൂഹിക മാധ്യമങ്ങളടക്കം രാഹുൽ മാപ്പ് പറയണമെന്നുള്ള ആവശ്യം ശക്തമാണ്. പ്രത്യക്ഷ സമരത്തിലേക്ക് BJP കടക്കുന്നു. രാഹുൽ ചൈനയ്ക്ക് വേണ്ടി ബാറ്റിങ്ങിനിറങ്ങി എന്നുള്ള പരാമർശങ്ങൾ BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. രാഷ്ട്രവിരുദ്ധ പരാമർശത്തിൽ മാപ്പ് പറയണമെന്നുള്ള ആവശ്യമാണ് പൊതുസമൂഹം മുന്നോട്ട് വെക്കുന്നത്. അനു, നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.